ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നിരവധി ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ജിമെയിൽ, അതിന്റെ പല ആപ്ലിക്കേഷൻസുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ പാസ്വേഡ് ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പം അഥവാ ഇങ്ങനെയുള്ള പാസ്വേഡുകൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെറ്റിംഗ്സിനുള്ളിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പാസ്വേഡ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്തത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈലിൽ നമ്മൾ നിരവധി ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെല്ലാം പാസ്വേഡ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കത് ഓർമ്മയില്ലാഞ്ഞിട്ടാണ്. അത് കാണാൻ വേണ്ടി നമ്മൾ ഈ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ആ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ ഇമെയിൽ ID കാണിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ IDയുടെ തൊട്ട താഴെയായിട്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ആ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഏറ്റവും താഴേക്ക് വന്നാൽ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഈ പാസ്വേഡ് മാനേജറിൽ ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് ആണ്. കാരണം നമ്മളോട് അത് പാസ്വേഡ് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ സേവ് കൊടുത്താൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. ഇവിടെ നമുക്ക് അവിടെ പാസ്വേഡ് ഇവിടെ കാണുന്നുണ്ട്. തൊട്ടടുത്തുള്ള ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ കൃത്യമായിട്ട് എന്താണ് പാസ്വേഡ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഇതിപ്പോഴൊന്ന് നോക്കുക ഏതെല്ലാം പാസ്വേഡ് കിട്ടുന്നു.